Hi students, ഇത് നമ്മൾ അഞ്ചാമത്തെ ക്ലാസ് ആണ്. BCom BBA ഫസ്റ്റ് സെമസ്റ്റർ സിലബസിൽ വരുന്ന ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറയുന്ന പേപ്പറിലെ പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഫോർത്ത് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെട്രിക്സിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ 2x2 മെട്രിക്സിന് ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3x3 മെട്രിക്സിന് ഇൻവേഴ്സ് ആണ്. അത് നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ ഐഡിയയും നമ്മൾ പറയാണ്. ഇപ്പോൾ ഇവിടെ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് കാണുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ആൻസർ ആയിട്ട് പറയുന്ന സമയത്ത് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയണം. ഒരു മെട്രിക്സ് നമ്മളത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ adjoint ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഇനി ഈ ഒരു പാർട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് 0 ആയാൽ, ഇതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഡിറ്റർമിനന്റ് 0 ആയാൽ പിന്നെ എന്തുണ്ടാവില്ല, ഇനി adjoint ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ പറയാൻ പറ്റില്ല. കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ എന്തല്ല പോസിബിൾ അല്ല. അതുകൊണ്ട് ഡിറ്റർമിനന്റ് 0 ആയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, adjoint കാണേണ്ട ആവശ്യമില്ല. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഗിവൺ മെട്രിക്സ് is singular, therefore inverse does not exist എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് അപ്പോൾ ഇനി ഏത് പേര് കൊടുത്തു. അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 -1 1 0 2 -1 2 3 0 എന്നാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് കാണുക, ഡിറ്റർമിനന്റിനെ കുറിച്ച് നമ്മൾ തേർഡ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനന്റ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണ്. അപ്പോൾ 1 എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ റോയും കോളും നമ്മൾ ഒഴിവാക്കി ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ എന്ത് വരും, 2 -1 3 0 എന്ന് വരും. പിന്നെ എന്താണ് മൈനസ്, ഇവിടെ എന്താണോ നമ്പർ, അപ്പോൾ ഇവിടെ എന്താണ് -1. എന്നിട്ട് എന്ത് വരും, ഇവിടെ ആ റോയും ആ കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 0 -1 3 അല്ല 2 0 എന്ന് വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അടുത്തത് +1, ഈ റോയും ഈ കോളും നമ്മൾ ഒഴിവാക്കി ബാക്കി വരുന്ന മെട്രിക്സ്, അതിന് മൈനർ എന്നാണ് പറയുക, 0 2 2 3 വരും. ഇതിന് ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും, ഇവിടെ 1 ആണുള്ളത്, 1 × 0 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അതിനകത്ത് ഇത് മൈനസ് ചെയ്യാറുണ്ട്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ത് വരും, 3 × -1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇത് -3 ആണ്. അപ്പോൾ എന്ത് വരും, +3 ആയിട്ട് വരും. ഓൾറെഡി മൈനസ് ഉണ്ട്, അപ്പോൾ +3. ഇവിടെ എന്ത് വരും, +1 × എന്താ വരിക, 0 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, -2 ആണ് വരിക. അപ്പോൾ അതെന്തായി, +2 ആയി. പിന്നെ പ്ലസ് ഇവിടെ എന്ത് വരും, 1 × ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 0 മൈനസ് എന്ത് വരും, ഇവിടെ 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, ഇവിടെ 3 വരും, ഇവിടെ എന്ത് വരും 2 വരും, ഇവിടെ എന്താ വരിക -4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 5 -4 ഈക്വൽ ടു എന്താണ്, 1 ആണ്. അപ്പോൾ എന്താണ്, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. therefore ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമായി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇൻവേഴ്സ് കാണാനുള്ള പരിപാടി. അപ്പം നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് adjoint ഓഫ് എ ആണ്. അത് കണ്ടുപിടിച്ചാലേ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻവേഴ്സിനെ കുറിച്ച് പറയാൻ പറ്റും. adjoint ഓഫ് എ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കോഫാക്ടർ ഓഫ് എ കാണണം. അപ്പോൾ കോഫാക്ടർ ഓഫ് എയുടെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ കോഫാക്ടർ ഓഫ് എ എന്ന് പറയുന്നത് സാധാരണ ഇങ്ങനെ എഴുതാറ്, കോഫാക്ടർ ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യും, ഏത് ഓർഡറിലാണോ മെട്രിക്സ് ആണ് അതേ ഓർഡറിൽ നമ്മൾ ഇങ്ങനെ എഴുതും, M11 ഇവിടെ എന്താ വരിക, M22 അല്ല M12, പിന്നെ എന്താണ് M13 M22 സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെന്റ്, M22 M23 പിന്നെ M31 M32 M33 ആ ഓർഡറിലുള്ള ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുക, കോഫാക്ടർ എഴുതും. ഇനി ഇവരെ കണ്ടുപിടിച്ചിട്ട് എഴുതലാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് M11 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. M11 കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ, അതിന് ഫിക്സഡ് ആയിട്ട് ഒരു സാധനം ഉണ്ടാവും, -1 + 1 ഇൻറ്റു എന്ത് ചെയ്യണം, ഇവിടെ ഈ റോയും ഈ കോളും ഒഴിവാക്കുക. ഇതിൽ ഇപ്പോൾ 1ന്റെ ആണ് കാണുന്നത്, 1ന്റെ മൈനറാണ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ റോയും ഈ കോളും ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, 3 ആണ് നമുക്കറിയാം. അത് വേറെ നമ്മൾ അഡീഷണലി കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 എഴുതാം. ഇതെന്താണ്, -1 × 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരിക, 3 എന്ന് വരും. ഇനി അതേപോലെ തന്നെ
M12 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഫിക്സഡ് ആയിട്ടുള്ളതാണ്. -1 റേസ് ടു എന്താണ് 1 + 2 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, ഈ റോയും ഈ കോൾ ഇത് ഉൾക്കൊള്ളുന്ന റോയും കോൾ ഒഴിവാക്കി ബാക്കി വരുന്നതിന്റെ എന്താണ് ഡിറ്റർമിനന്റ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ട് സ്പേസ് ഇല്ല, ചെറിയ ബോർഡാണ്, അപ്പൊ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചുരുക്കിയിരുന്നു. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇത് വരാൻ വരിക. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 0 - ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ എന്ത് വരും, പ്ലസ് എന്താ വരിക, അതിന്റെ ആൻസറും ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോറി, അതിന്റെ ആൻസറും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇവിടെ എഴുതാം. കാരണം എന്താ, ഈ എലമെന്റിന്റെ ഇതിനെ ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ആൻസർ 2 ആണ്. കൂടെ ഇത് വരും -2 വരും. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ് M13 ആരാ, ഈ ആളുടെ മൈനർ. അപ്പൊ ഈ റോയും ഈ കോളും ഒഴിവാക്കിയിട്ട് അപ്പൊ -1 റേസ് ടു 1 + 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, -1 റേസ് ടു 1 + 3 എന്ന് പറഞ്ഞാൽ 1 + 3 ഇൻറ്റു അതിന്റെ മൈനർ ഒന്നും അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതില് ഇവിടെ ഡിറ്റർമിനന്റ് കാണുന്ന സമയത്ത് ഇതിന്റെ മൈനർ നമ്മൾ ഇത് ഒഴിവാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസർ എത്രയാ, -4 ആണ്. എന്ത് വരും, -4. ഇത് ഓൾറെഡി എന്താണ് പോസിറ്റീവ്, പിന്നെ എന്ത് വരും -4 എന്ന് വരും. 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇത് വരും പോസിറ്റീവ്, മൾട്ടിപ്ലൈ ചെയ്താൽ വേണ്ടി. അപ്പൊ ഇവരുടെ ഫസ്റ്റ് റോന്റെ എല്ലാ ആൾക്കാരുടെയും നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ റോ നമ്മൾ കാണുവാണ് M21. ഇതും ഇതേപോലെ തന്നെ കണ്ടത് -1 റേസ് ടു 2 + 1 എന്ന് എഴുതുക ഇൻറ്റു ചെയ്യേണ്ടത് എന്താണ്, ഈ റോയും ഈ കോളും അത് ഉൾക്കൊള്ളുന്ന റോയും കോളും ഒഴിവാക്കി ഇവര് 4 പേര് വരും. ശ്രദ്ധിച്ചെടുക്കണം, ഇവര് 4 പേര് വരും. അപ്പൊ എന്ത് വരും 0 - അപ്പൊ എന്ത് വരും ഇവിടെ നമുക്ക് 0 - 3 എന്നാണ് വരും. ഇവിടെ എന്താണ്, ഇത് ഓൾറെഡി മൈനസ് ആണ്. കാരണം -1ന്റെ പവറിൽ 3 വരുമ്പോൾ മൈനസ് വരിക. ഇത് -3 ആണ്. അപ്പം 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 3 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് M22 ആണ്. M22 ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ്, ഈ റോയും ഈ കോളും നമ്മൾ ഒഴിവാക്കുക. അപ്പൊ ആരൊക്കെ വരും, 1 1 2 0 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. ആദ്യം നമ്മൾ ഇവിടെ എഴുതി വെക്കാം -22 എന്ന് പറയുന്നത് 2 + 2 എന്ന് എഴുതി. എന്നിട്ട് എന്താണ്, ഈ റോയും ഈ കോളും ഈ കോളും ഈ റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വരും, 0 - 2 വരും. അപ്പൊ ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്. ഈ -2 കൂടുമ്പോൾ എന്ത് വരും, -2 വരും. ഇനി എന്താണ് M23 എന്ന് പറയുമ്പോൾ എന്താ വരിക, M23 എന്ന് പറഞ്ഞാല് -1 റേസ് ടു 2 + 3 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, ഇതാണ് എലമെന്റ്, ഇവിടെയാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ റോയും ഈ കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വരും, 3 1 × 3 3 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് വരും. അപ്പോൾ +2. അപ്പൊ ഇത് വന്നു, ഇത് 5, ഇവിടെ മൈനസ് വരാം കാരണം ഓട് പവറാണ് വരുന്നത് മൈനസ്. അപ്പൊ -5 നമുക്ക് എഴുതാൻ പറ്റും. ഇനി ആരാ വരുന്നത്, M31. അതേപോലെ അടുത്തത് വേണം, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. M31 എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ഥലം. അപ്പൊ ഇതിന്റെ മൈനറാണ്. അപ്പൊ ഈ റോയും ഈ കോളും നമ്മൾ ഒഴിവാക്കാം. അപ്പൊ എന്ത് വരും, -1 റേസ് ടു 3 + 1. ഇനി ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുന്നു. -1 റേസ് ടു 3 + 1 എന്ത് വരും, ഇതാണ് നമ്മൾ ഡിറ്റർമിനന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എന്ത് വരും, -1 × 1 1 -2 വരും. ഇപ്പോൾ എന്താ വരിക, ഇതിന്റെ ആൻസർ -1 ആണ്, ഇത് +1 ആണ്. അപ്പൊ എന്ത് വരും, -1 ആണ്. കാരണം എന്താ, മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആണ്. ഓക്കെ, ഇനി അതേപോലെ M3 2 വരും. അതെന്താണ്, -1 റേസ് ടു 3 + 2. ഇനി എന്ത് വരും, ഇതാണ് ആള്. അപ്പൊ ഇവിടെ ഇതാണ് വരുന്നത്, ഈ കോളും ഈ റോയും മാറിപ്പോയി, കോളും റോയും. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ്, ഈ കോളും ഈ റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വരും, -1 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1, പിന്നെ എന്താണ് 0 ആണ്, -0. ഇവിടെ എന്ത് വരും, ഇത് മൈനസ് ആണ്, ഇതും മൈനസ് വരും കാരണം എന്താ, പവറിൽ ഓടി നമ്പർ ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും, 1 വരും. ലാസ്റ്റ് വണ് M33 എന്ന് പറയുമ്പോൾ -1 റേസ് ടു 3 + 3. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ്, ആദ്യം തീരുമാനമായി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ കോളും ഈ റോയും എഴുതാം. അപ്പൊ എന്ത് വരും, 2 - 0 വരും. എന്താ ആൻസർ വരിക, 2. അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാരെയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മള് കോഫാക്ടർ ഓഫ് എ എന്ന് പറയുന്നത് ഏതാണ്, കോഫാക്ടർ ഓഫ് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, കോഫാക്ടർ ഓഫ് എ എന്ന് പറയുന്നത് ഞാൻ അടുത്ത ലൈനിൽ എഴുതുന്നു. ഇതാണ് ആ ഓർഡറിൽ എഴുതിയത്. M11 എന്ന് പറഞ്ഞാൽ എന്താണ്, 3. M12 എന്ന് പറഞ്ഞാൽ -3, പിന്നെന്താണ് -4, പിന്നെന്താണ് -3 -2 -4, പിന്നെ 21 എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതേണ്ടത് 3 -2 -5. അടുത്ത എന്താണ് 31ൻ്റെത് -1, പിന്നെ 1 2 1. ഇതാണ് ആര്, കോഫാക്ടർ എന്ന് പറയുന്ന സാധനം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജോയിന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ഈ സൈഡിൽ എഴുതാം, ഇവിടെ ഞാനൊന്ന് വായിച്ചു കളയുന്നു. അപ്പൊ ഇനി നമ്മൾ അഡ്ജോയിന്റ് ആണ് എഴുതുന്നത്. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ്
എ എന്ന് പറയുന്നത് എന്ത് വരും? കോഫാക്ടർ ഓഫ് എയുടെ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? adjoint ഓഫ് എ എന്ന് പറയുന്നത് ഇതാണ് കോഫാക്ടർ. ഈ റോനെ കോളാക്കിയിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? 3 -2 -4. പിന്നെ എന്ത് വരും? അടുത്ത റോ, രണ്ടാമത്തെ റോ ഇതിനെ കോളാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 3 -2 -5. പിന്നെ -1 1 2 വരും. ഇതാണ് എന്ത്? adjoint ഓഫ് എ എന്ന് പറയുന്ന സാധനം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? adjoint ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ്. ഇനി ഡിറ്റർമിനന്റ് 1 ആണ്, അതുകൊണ്ട് എന്ത് വരും? adjoint എ തന്നെയാണ് എന്ത് വരിക? ഇൻവേഴ്സ് വരിക. കാരണം ഇത് ബൈ 1 എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്ട്, എല്ലാത്തിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെ വരും? എന്താണ്? 3 -1 -2 1 -4 -5 2 ബൈ 1 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് തന്നെ കിട്ടും. അപ്പോൾ 1 by 1 എന്ന് വരും. ഫ്രണ്ടിൽ 1 എഴുതാം, 1 by 1. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എന്ത് വരിക? ഇൻവേഴ്സ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2019 സിലബസ് മാറിയതിന് ശേഷം വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതോടെ നമ്മൾ എന്ത് ചെയ്തു? ഇൻവേഴ്സ്, മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയി. ആ മൊഡ്യൂൾ ചെറിയ മൊഡ്യൂളാണ്. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇൻവേഴ്സ്? 2/2 ഉള്ളതും അതുപോലെ എന്താണ് 3/3 ഉള്ളതും ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നൊരു നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഓക്കെ.